ഹലോ. അപ്പം നമ്മൾ ഇന്ന് കപ്പ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കപ്പയാണ്. ഒരുപാട് കപ്പ ഉണ്ടായിട്ടുണ്ട്. ഇത് ആഫ്രിക്കൻ കപ്പയല്ല, നമ്മുടെ നാട്ടിലെ നാടൻ കപ്പയാണ് കേട്ടോ. നല്ല അടിപൊളി കപ്പയാണ്. അപ്പം ഇന്നത് ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഞാൻ കപ്പ പറിക്കാൻ പോകുന്നത് ഇതേപോലെ കപ്പയിൽ കുറേ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഞാൻ കപ്പ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകാറുള്ളത്. അപ്പോഴാണ് കപ്പ ഒരു മെച്ചുവേർഡ് ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കുറേ കപ്പ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നെല്ലാം ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം. പിന്നെ നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തുള്ളവർക്കും എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂട് കപ്പ മാത്രമാണ് കേട്ടോ പറിക്കുന്നത്. ഈ ഒരു മൂട് കപ്പയിൽ 2 കപ്പത്തണ്ടായിരുന്നു ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്രത്തോളം കപ്പ കിട്ടും നോക്കാം. അത്യാവശ്യം നല്ല നീളമുള്ള കപ്പയാണ് കേട്ടോ, കാരണം നന്നായിട്ട് നീണ്ടു പോയിട്ടുണ്ട്. ഇത് കണ്ടോ, കളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ കപ്പ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മണ്ണ് കുറച്ച് ഹാർഡായതുകൊണ്ട് കളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും അത്യാവശ്യത്തിനുള്ള കപ്പ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ മൂടിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കപ്പയാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട. ഇതൊക്കെ ഞാൻ നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അയൽവക്കം എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവും കേട്ടോ, കാരണം ഞങ്ങൾ ആഫ്രിക്കയിൽ താമസിക്കുന്നത് കൊണ്ട് തൊട്ടടുത്തൊന്നും വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദൂരെയാണ് അവരൊക്കെ താമസിക്കുന്നത്, മലയാളീസ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ട് നന്നാക്കി കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നല്ല മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീൻകറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ കപ്പയും കൊത്തി എരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്ത് പുഴുങ്ങിയെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്നു കപ്പയും മീൻകറിയും കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ഒരു വിഷവും ഒന്നും ചേർക്കാത്ത പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഞാൻ കറികളും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഇതേ നമ്മൾ കൃഷി ചെയ്ത കപ്പ പറിച്ചിട്ടാണ് നമ്മളിന്ന് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ കുറവുണ്ടായിരുന്നു തോന്നി കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ തേങ്ങയൊക്കെ ചതച്ചത് അതിലിട്ട് ചേർത്തു. പിന്നെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി കപ്പ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. കപ്പയും മീൻകറിയും കൂട്ടത്തിൽ കുറച്ച് ചോറും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല അച്ചാറുണ്ട്. അച്ചാർ കഴിയാനായി ഇനി ഇത്തിരി ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ